السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അവൻ്റെ റഹ്മത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്ത് മരിക്കുന്നവരെ ഇസ്സത്തോടെ ഈമാനോടെ അവൻ്റെ ത്വാഅത്തിലായി ജീവിക്കാനും മരണപ്പെടുന്ന നേരം കലിമ ചൊല്ലി പൂർണ്ണ ഈമാനോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി മറ്റു പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്നാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹു പോരെ? അള്ളാഹുവിൻ്റെ അടിമയായി ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് റബ്ബ് പോരെ? പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടോ ജീവിക്കേണ്ട കാര്യം എന്താണ്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ പോരെ? വിശുദ്ധ ഖുർആനിൽ മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഇടങ്ങളിലൊക്കെ ഖുർആൻ വളരെ മോശമായിട്ടാണ് മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. നമ്മളിങ്ങനെ മുസ്ഹഫ് ഓതിക്കഴിഞ്ഞാൽ മുസ്ഹഫിൽ അവസാനം മനുഷ്യൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് മിനൽ ജിന്നത്തി വന്നാസ് എന്നാണ്. മനുഷ്യരുടെ കൂട്ടത്തിലെ പിശാചുക്കളെ, ശൈത്താന്മാരെ പരിചയപ്പെടുത്തിയിട്ടാണ് ഖുർആൻ അവസാനിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ശത്രുക്കളെ, അള്ളാഹു നിശ്ചയിക്ക ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. മിൻ ശയാത്വീനിൽ ഇൻസി വൽ ജിൻ എന്നാണ്. മനുഷ്യരുടെ കൂട്ടത്തിലെ ശൈത്താന്മാരും ജിന്നുകളുടെ കൂട്ടത്തിലെ ശൈത്താന്മാരും എന്നാണ്. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ഇൻസി വൽ ജിൻ. അല്ലാഹു തആല നരകത്തിന് വേണ്ടി കണക്കാക്കിയിട്ടുള്ള ആളുകളിൽ പിശാചുക്കളാണ് ധാരാളം. അത് മനുഷ്യരിൽപ്പെട്ടവരുമുണ്ട്, ജിന്നിൽപ്പെട്ടവരുമുണ്ട്. ഖുർആൻ മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഇടത്തൊക്കെ അവൻ ലലൂമാണ്, അക്രമകാരിയാണ്, സത്യനിഷേധിയാണ് തുടങ്ങിയ മനുഷ്യനെ വളരെ ലഘുവായി കാണുന്ന പരാമർശങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ഒരിടത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്ന്. മനുഷ്യരെ ആദരിച്ചു എന്നല്ല ഖുർആൻ നടത്തിയ പ്രയോഗം, ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചു എന്നതാണ് അലൈഹിസ്സലാം. അവിടെ മനുഷ്യൻ എന്ന വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അറബി ഭാഷയുടെ സാഹിത്യ നിയമം അനുസരിച്ച് അതായിരുന്നു ഏറ്റവും ഭംഗി, അതാണ് സാഹിത്യ ഭംഗിയുള്ള പദം അതായിരുന്നു. പക്ഷേ മനുഷ്യനെ ആദരിച്ചു എന്ന് പറയുന്നതിന് പകരം മനുഷ്യനുക്ക് അല്ലാഹു നൽകിയ ആദരവിനെ പരാമർശിക്കുന്നിടത്ത് നടത്തിയ പ്രയോഗം ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന വല്ലിപ്പാന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നതാണ്. ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു ആദരവിൻ്റെ കണിക നമ്മളിൽ അവശേഷിക്കുന്നുവെങ്കിൽ അതിന് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ, ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ആദം നബിയുടെ മക്കളായി എന്നത്. ആദം നബിയുടെ മക്കളാവുക എന്നത് ഭൂമിയിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന മികച്ച ക്വാളിറ്റിയാണ്. എന്താണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകത? വിശുദ്ധ ഖുർആൻ ആദം നബിയെ പരിചയപ്പെടുത്തി ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അവ്വലു ആലിമിൻ നസല ഫിൽ അർദ്, ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ പണ്ഡിതനാണ് ആദം നബി അലൈഹിസ്സലാം. ആദം നബിയുടെ പ്രത്യേകത ഇൽമുണ്ടായി എന്നതും ഇൽമു വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള ഉബൂദിയ്യത്ത് കൂടി എന്നതുമാണ്. വിജ്ഞാനം മാത്രം ഉണ്ടാവുക എന്നതിനപ്പുറം വിജ്ഞാനത്തിനനുസരിച്ച് റബ്ബിനോടുള്ള ഉബൂദിയ്യത്ത് കൂടുക കൂടി വേണം. ഇബ്ലീസു നല്ല വിവരമുള്ള ആളായിരുന്നു, പക്ഷേ ഉബൂദിയ്യത്ത് നഷ്ടപ്പെട്ടു പോയി, ഞാൻ റബ്ബിന്റെ അടിമയാണെന്ന ബോധ്യം നഷ്ടപ്പെട്ടു പോയി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്നു, ആദ്യത്തെ ആലിമാണ്. എല്ലാ ഇൽമുകളും അള്ളാഹു നൽകിയ ആദ്യത്തെ ആലിം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പക്ഷേ
ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ടതിന് ശേഷം 200 കൊല്ലം നിരന്തരമായി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തവ്വാബുൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബയുടെ കഥ പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ട് 200 കൊല്ലം തുടർച്ചയായി കരഞ്ഞു. ആ കരഞ്ഞ കണ്ണുനീരിൽ നിന്നാണ് ഊദും അംബറും ഭൂമിയിൽ സുഗന്ധദ്രവ്യങ്ങളായി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വരെ തഫ്സീറുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആദം നബിയുടെ കരച്ചിലിന് അറുതി വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അറിയിപ്പ് വന്നു, നിങ്ങൾക്ക് റബ്ബ് പുറത്തു നൽകിയിരിക്കുന്നു എന്ന അറിയിപ്പ് വന്നതിന് ശേഷമാണ് ആ കരച്ചിൽ അവസാനിക്കുന്നത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബിയുടെ ദുആ ഇതായിരുന്നു, റബ്ബേ ഞാൻ ദുൽമ ചെയ്തു പോയി, നീ എനിക്ക് മാപ്പ് നൽകണം, നീ മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ പരാജിതരിൽ പെട്ടുപോകും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനുഷ്യന്റെ കൗശല ബുദ്ധി അനുസരിച്ച് ന്യായീകരണത്തിന്റെ പഴുതുകൾ എമ്പാടും ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാപിയാണെന്ന് പോലും പറയാൻ പണ്ഡിതന്മാരോ ഇമാമികളോ പദപ്രയോഗം നടത്തിയിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് എനിക്ക് പൊറുക്കണം, ഞാൻ പാപിയാണ്, ദുൽമ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന മനസ്സിന്റെ പേരാണ് ഉബൂദിയ്യത്ത്. ചെയ്തുപോയ തെറ്റ് പാപമാകട്ടെ അശ്രദ്ധയാകട്ടെ, അശ്രദ്ധയെ പാപമായിട്ട് വിലയിരുത്തുകയും പാപത്തെ വൻ പാപമായിട്ട് വിലയിരുത്തുകയും വൻ പാപത്തിന്റെ പേരിൽ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ വീഴുകയും ചെയ്യുക എന്നതിന്റെ പേരാണ് ഉബൂദിയ്യത്ത്. വൻ പാപത്തെ ഒരു ചെറുപാപമായിട്ട് മനസ്സിൽ കാണുന്നത് മനുഷ്യന്റെ ഉബൂദിയ്യത്തിന്റെ മാനദണ്ഡമല്ല. ഈ ഉബൂദിയ്യത്ത്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ഈ ബോധ്യത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവൻ അള്ളാഹു തആല നൽകുന്ന ഒരു ഉറപ്പാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, നിനക്ക് ഞാൻ പോരെ. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരൊക്കെ എല്ലാവരും ടെൻഷൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്, എല്ലാവർക്കും മാനസിക പ്രയാസങ്ങളാണ്. ഷാഫിഈ ഇമാമിന്റെ ഒരു വരിയുണ്ട്, യാ സ്വാഹിബൽ ഹമ്മ ഇന്നൽ ഹമ്മ മുൻഫരിജുൻ അബ്ശിർ ബിൽ ഖൈരി ഫഇന്നൽ ഫാരിജ അല്ലാഹു. മനപ്രയാസം അനുഭവിച്ചുകൊണ്ട് വേദന കഴിഞ്ഞ് നടക്കുന്നവർ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഇന്നൽ ഹമ്മ മുൻഫരിജുൻ, എല്ലാ ഹമ്മുകളും തീർന്നു പോകും, എല്ലാ മനപ്രയാസങ്ങളും അസ്വസ്ഥതകളും തീർന്നു പോകും. അബ്ശിർ ബിൽ ഖൈർ, സന്തോഷം വരും, സന്തോഷത്തിന്റെ വാർത്തകൾ സ്വീകരിക്കുക. ഫഇന്നൽ ഫാരിജ അല്ലാഹു, അള്ളാഹുവാണ് നമുക്ക് വഴികൾ ഒരുക്കി തരുന്നത് എന്ന വിശ്വാസം ഉണ്ടായാൽ മതി. മഹാന്മാരായ സൂഫികൾ രേഖപ്പെടുത്തിയത് കാണാം, നമുക്ക് അനേകം ഹമ്മുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലുണ്ട്. ആ ഹമ്മുകളിൽ എല്ലാ ഹമ്മുകളെയും ഒഴിവാക്കി ഒരൊറ്റ ഹമ്മ് മാത്രമായി നമ്മുടെ ജീവിതം ചുരുങ്ങിയാൽ മറ്റെല്ലാ ഹമ്മുകളും തീർന്നു പോകും. എൻ്റെ മനസ്സിന്റെ അസ്വസ്ഥതകൾ മുഴുവനും എൻ്റെ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ഭൗതിക ലോകത്തെക്കുറിച്ച്, എൻ്റെ സമ്പാദ്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. എൻ്റെ ഹമ്മും എൻ്റെ മനപ്രയാസവും എൻ്റെ മനസ്സിന്റെ അസ്വസ്ഥ്യവുമൊക്കെ അള്ളാഹു മാത്രമാണെങ്കിൽ മറ്റ് ഹമ്മുകളൊന്നും എനിക്ക് ഹമ്മ് തന്നെയായി മാറുന്നില്ല. മഹാന്മാരായ ആത്മീയ ലോകത്തെ പ്രഗത്ഭ പണ്ഡിതരുടെ വാക്കുകളുണ്ട്, ഇദാ കാന അല്ലാഹു മഅക ഫമൻ അലൈക്, അള്ളാഹു നിന്റെ കൂടെയുണ്ടെങ്കിൽ ആർക്കാണ് നിന്നെ അപായപ്പെടുത്താൻ കഴിയുക? വഇദാ കാന അല്ലാഹു അലൈക ഫമൻ മഅക, അള്ളാഹു നിനക്ക് എതിരാണെങ്കിൽ ഫമൻ മഅക്, ആരാ നിന്റെ കൂടെയുള്ളത്? ഫമൻ മഅക്, പിന്നെ ആരിലാണ് പ്രതീക്ഷ? ആരാ കൂടെ ഉണ്ടാവുക? അള്ളാഹു നമുക്ക് കൂടെയുണ്ട് എന്ന വിശ്വാസത്തിന്റെ ബോധ്യത്തിന്റെ പുറത്തുള്ള ജീവിതത്തിലല്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യന് സമാശ്വാസം പകരുന്ന ഒരു ഘടകവുമില്ല. അവന്റെ ആരോഗ്യമാകട്ടെ, എന്റെ ആരോഗ്യം അള്ളാഹുവിന്റെ മിൽക്കിലാണ്, ഉടമസ്ഥതയിലാണ്. ഖുലൂബുൽ മുലൂകി ബിയദി എന്ന് പറഞ്ഞില്ലേ, അധികാരികളുടെ ഹൃദയം പോലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എനിക്ക് മുകളിലുള്ള ആളുകൾ, സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ എനിക്ക് മുകളിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ അധീനതയിലാണ്. എൻ്റെ താഴെയുള്ള ആളുകളും അള്ളാഹുവിന്റെ അധീനതയിലാണ്. അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറയുന്ന ഒരു സ്വർഗം ഭൂമിയിലുണ്ട്. ഈമാൻ എന്ന് പറയുന്ന തൗഹീദ് എന്ന് പറയുന്ന ഒരു സ്വർഗം ഭൂമിയിലുണ്ട്. ആ സ്വർഗത്തിൽ പ്രവേശിച്ചാലല്ലാതെ ആഖിറത്തിലെ ജന്നത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈമാൻ എന്ന സ്വർഗത്തിൽ പ്രവേശിച്ചാലുള്ള ഗുണം എന്താണ്? എനിക്ക് ഈ ഭൂമിയിൽ ഒരാളോടും അസ്വസ്ഥതകൾ ഉണ്ടാകില്ല, ഒരാൾക്ക് മുകളിൽ നിന്ന് വർത്തമാനം പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? എന്നേക്കാൾ താഴെയുള്ളവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നാളെ എന്നേക്കാൾ ഉയരത്തിലേക്ക് അവനെ എത്തിക്കാൻ അള്ളാഹുവിന് നിമിഷാർദ്ധങ്ങൾ മതി. ഒരാൾക്കും വേദനയുണ്ടാകില്ല, ഒരാൾക്കും മനസ്സിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന
വാശിയോ ചിന്തയോ ഉണ്ടാകില്ല. മഹാനായ ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന നേരത്ത് പോലും മനസ്സിന്റെ വേദന എന്താണ്? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദന എന്താണ്? ഞാൻ ഈ മരിക്കുന്ന നേരത്ത് എൻ്റെ ഈമാനിന്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോരരുതല്ലോ എന്ന കരച്ചിലാണ്. നിങ്ങൾ അത്രമേൽ കൂടുതൽ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. മഹാനവറുകൾ പറഞ്ഞത് ദുനൂബി അഹ്വനു മിൻ ഹാദ തുറാബ്, നിരത്ത് കിടക്കുന്ന പൊടിപടലങ്ങളെക്കാൾ കുറവാണ് എൻ്റെ കുറ്റങ്ങൾ. പക്ഷെ ഈമാൻ ഊരിപ്പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് ധൈര്യം പറയാൻ കഴിയില്ല എന്നാണ്. നമ്മൾ അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ശത്രുക്കളായി നമ്മൾ പറയുന്നവർ ആരൊക്കെയുണ്ടോ അവർക്ക് നമ്മുടെ മിത്രങ്ങളായി മാറും. മൈമൂനത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ മിസ്റിലെ സ്വഈദിയായ പ്രദേശങ്ങളിൽ, ഉയർന്ന പ്രദേശങ്ങളിൽ മലമുകളിൽ പോയി ആടിനെ മേച്ചു ജീവിക്കുന്ന കഥകൾ പറയുന്നുണ്ട് താരീഖിൽ. അവിടെ ആടിനെ മേച്ചു ജീവിക്കുമ്പോൾ മഹദി ആടിനെ മേയാൻ വിട്ടുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ആടുകളെ പരിചരിച്ചിരുന്നത്, പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നത് ചെന്നായ്ക്കളായിരുന്നു. ചെന്നായ്ക്കൾ ആടിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അള്ളാഹുവിന്റെ സൂഫികളുടെ സവിധങ്ങളിൽ മാത്രമാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു ഏറ്റെടുക്കുമെന്നതാണ്. നമ്മുടെ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇദാ കാന അല്ലാഹു മഅക സഖറ അദുവുക ലിഖിദ്മതിക, നിനക്ക് അള്ളാഹു നിന്റെ കൂടെയുണ്ടെങ്കിൽ, അള്ളാഹു എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കഴിയണമെങ്കിൽ ഞാൻ ഈമാനിൽ 100% മുങ്ങിയവനായിരിക്കണം. ഈമാനിൽ എൻ്റെ ശരീരത്തിന്റെ ഏതെങ്കിലും അല്പഭാഗത്തെ മാത്രം ഈമാനിൽ മുക്കിയത് കൊണ്ട് എനിക്ക് ആ വിശ്വാസം വരില്ല. അങ്ങനെ ഈമാനിൽ രൂഢമൂലമായ ഈമാൻ ഉറപ്പിച്ചു നിർത്തിയ ഒരു മനുഷ്യൻ, അവന്റെ കൂടെ അള്ളാഹു ഉണ്ടെങ്കിൽ അള്ളാഹു നിന്റെ ശത്രുക്കളെ നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നിയോഗിക്കും. എന്നിട്ട് പറയുന്നു, അള്ളാഹു നിനക്കെതിരാണെങ്കിൽ നിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും നിന്റെ ശത്രുക്കളായി മാറും. അള്ളാഹുവിൽ നിന്നുള്ള ഖുർബിനെ സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തുടക്കം മുതൽ മരണം വരെ ചെയ്യേണ്ട ഏക ഘടകം. നമ്മുടെ കുട്ടികളൊക്കെ പുതിയ അധ്യയന വർഷത്തിലേക്ക്, പുതിയ കോഴ്സുകളിലേക്ക്, പുതിയ ഘട്ടങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്ന കാലമാണ്. 10ാം ക്ലാസ്സിന്റെയും പ്ലസ് 2വിന്റെയും ഒക്കെ മാർക്കറിഞ്ഞ് ഇനി പുതിയ പിന്നെ രക്ഷിതാക്കളുടെ വലയത്തിൽ നിന്ന് കൂടുതൽ സ്വതന്ത്രമായ ലോകങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്ന ഒരു കാലമാണ്. ആ കാലങ്ങളിൽ അവരുടെ ഖൽബിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സന്ദേശവും ഉപദേശവും മോട്ടിവേഷനും ഏറ്റവും നല്ല നിയന്ത്രണവും എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള ഹലാവത്തുൽ ഹബ്ബിനെ ഉണ്ടാക്കി കൊടുക്കലാണ്. അതിനപ്പുറത്ത് നമ്മളുടെ ഭൗതികമായ നിയന്ത്രണങ്ങളുടെ പരിധികൾ ഒന്നും തന്നെ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ നമുക്ക് തീരുമാനിച്ചെടുക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഒരു കഥ പറയുന്നുണ്ട്. ഒരു മഹാനായ പണ്ഡിതൻ തന്റെ ശിഷ്യനോട് ചോദിക്കുന്നു, ഇബ്ലീസ് നിന്നെ നിരന്തരമായി പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിന്നെ ഇബാദത്തുകളൊന്നും ചെയ്യാൻ അനുവദിക്കാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനോട് ഏറ്റുമുട്ടി ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ പിന്നെയും ഏറ്റുമുട്ടും, എന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ പിന്നെയും ഞാൻ ഏറ്റുമുട്ടും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നു, ഈ ശിഷ്യനോട് ഉസ്താദ് പറഞ്ഞു, ഗുരു പറഞ്ഞു, അത് സമയം കുറെ കൂടുതലുള്ള പണിയല്ലേ, എത്ര ജയിക്കുമോ എനിക്ക് എന്തോ ഉറപ്പാവുള്ളത്? നമ്മളൊരു വഴിയിലൂടെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കണം, നമ്മളൊരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു വളർത്തുമൃഗം നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്ന് വെക്കുക, നല്ല ഒരു കൂറ്റൻ കൂറ്റനാട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു പശുവോ മറ്റോ കാളയോ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് വെക്കുക. നീ എന്ത് ചെയ്യും? ഞാൻ അതിനെ തടയാൻ ശ്രമിക്കും, കഴിഞ്ഞില്ലെങ്കിലോ പിന്നെയും ശ്രമിക്കും. ചിലപ്പോൾ അത് നിന്നെ പരാജയപ്പെടുത്തില്ലേ, നിനക്ക് വേദന ഉണ്ടാക്കില്ലേ, നിന്നെ ചിലപ്പോൾ അപായപ്പെടുത്തില്ലേ? ഒരു ആനയോട് ആന മതമിളകി വരുന്ന സമയത്ത് ആനയോട് ഏറ്റുമുട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അവിടെ എന്ത് ചെയ്യും? മഹാനായ ഈ സൂഫി തന്റെ ശിഷ്യനോട് പറയുന്നത്, ഇസ്തഈൻ ബിറബ്ബിൽ ഗനം, നീ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഉടമസ്ഥൻ ആരാണോ അയാളോട് വിളിച്ച് പറയണം, ഇതിനൊന്ന് പിടിച്ചു കെട്ടു എന്ന്. അതല്ലേ ഏറ്റവും നല്ല വഴി. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ നമ്മൾ ആക്രമിക്കാൻ, അപായപ്പെടുത്താൻ, അന്ധകാരത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിനോട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള ശേഷി നമുക്കില്ല. ഇസ്തഈൻ ബിറബ്ബി ശൈത്താൻ, ശൈത്താന്റെ റബ്ബായ അല്ലാഹുവിനോട് ഇസ്തഈൻ ചോദിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്, എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും
3 തവണ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതിയിട്ട് പ്രഭാതത്തിലേക്കും രാത്രിയിലേക്കും പ്രവേശിക്കണം. അല്ലാഹുവിന്റെ കാവലുണ്ടാകും. അബ്ദുല്ലാഹി റാത്തിബുൽ ഹദ്ദാദ് റഹ്മഹുല്ലാ മഹാനവർകൾ അദ്കാറുസ് സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദിക്റുകൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ടാണ്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു എന്നല്ല. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചിന്റെ ദുർബോധനങ്ങളെ തൊട്ട്, നമുക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത ദുർബോധനങ്ങളെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്. കണ്ടെത്താൻ പോലും കഴിയില്ല, നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല ഇത് പൈശാചികമാണോ എന്ന്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഡമസ്കസിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി വന്നു. ഹൗറ മദ്രസയിൽ ദീന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 വർഷം ഉറങ്ങുക പോലും ചെയ്യാതെ പൂർണ്ണമായി കിതാബ് ഓതി പഠിക്കുന്ന സമയമാണ്. മഹാനർ പറയുന്നു, എനിക്കൊരു ദിവസം പനി വന്നു, ശക്തമായ പനി. എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഞാൻ വിശ്രമിച്ചു. രാത്രി സമയമായപ്പോൾ, അർദ്ധരാത്രി സമയമായപ്പോൾ എനിക്ക് പെട്ടെന്ന് ആരോഗ്യം തിരിച്ചു വന്നു. എൻ്റെ പനിയൊക്കെ മാറി, ഞാൻ ഉന്മേഷവാനായി. ഞാൻ എണീറ്റിരുന്ന് ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങി, തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. റബ്ബിന്റെ മുമ്പിൽ ശുക്രിന് സുജൂദ് ചെയ്ത് തസ്ബീഹ് ഉറക്കെങ്ങനെ ചെല്ലാണ്. ആ പാതിരാത്രി സമയത്ത് ഒരാൾ ഹൗലിന്റെ പരിസരത്തിൽ നിന്ന് വുളു എടുത്തു വരുന്നു. നല്ല ആലിമിന്റെ ശീലമുള്ള, കാണാൻ ആലിമിന്റെ ശബ്ദമുള്ള ഒരാൾ വുളു എടുത്തു വരുന്നു. പാതിരാത്രി സമയത്താണ്, ആരുമില്ല. വുളു എടുത്ത് നല്ല നിസ്കാരത്തിന്റെ അടയാളമൊക്കെ താടി വെച്ച ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോനെ, ഈ സമയത്ത് ഇങ്ങനെ ഉറക്ക ദിക്റൊന്നും ചൊല്ലരുത്, ആളുകൾ ഉറങ്ങിക്കിടക്കല്ലേ, ആളുകളെ ശല്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കരുതല്ലോ. അയാൾ വന്ന് ഉപദേശിക്കാൻ തുടങ്ങി. ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്തോ അതിലൊരു പന്തികേട് തോന്നി. തന്റെ കൂടെ വിശ്രമിക്കാൻ ഉപ്പയും സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അവരെ വിളിച്ചുണർത്തിയപ്പോൾ ആളെ കാണുന്നില്ല. അവർ വാതിൽക്കൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരാളുമില്ല. ഉപ്പയോട് കാര്യം പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, അത് പിശാചാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഇബ്നു അത്താർ റഹ്മഹുല്ലാ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് പറയുന്നു, എന്നോട് ഇമാം നവവി തങ്ങൾ നേരിട്ട് പറഞ്ഞതാണ്, അന്ന് രാത്രി സുബ്ഹി വരെ ഞങ്ങൾ പിന്നെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലി എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാത്രി 2 വർഷമായിട്ട് ദീന് പഠിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത ആളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ മഹാനരുടെ അരികിലേക്ക് അർദ്ധരാത്രി വുളു എടുത്ത് നല്ല താടിയും നല്ല വേഷമൊക്കെ ധരിച്ച് പാതിരാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വുളു എടുത്തിട്ട് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് അയാളെ ഒന്ന് പരിഗണിക്കുകയെങ്കിലും ചെയ്യൂലേ? നമുക്കറിയാത്ത പഴുതുകളിലൂടെ നമ്മളെ പിശാച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇസ്തഈൻ ബില്ലാഹ്, അള്ളാഹുവിനോട് ചോദിക്കലല്ല നിർവാഹങ്ങളില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബിന്റെ മാർഗത്തിൽ നമ്മുടെ കോപമാകട്ടെ, നമ്മുടെ സൽസ്വഭാവങ്ങളാവട്ടെ, മറ്റു നമുക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട കോപം, അതുപോലെ തന്നെ വെറുപ്പ്, ഇതെല്ലാം നമുക്ക് അനിവാര്യമായിട്ട് ഉണ്ടാകേണ്ട സമയത്ത് ആവശ്യമുള്ള ഖദർ അനുസരിച്ച് ഉണ്ടാകണം. പക്ഷെ ലില്ലാഹിയായി മാറണം, അള്ളാഹുവിന്റെ മാർഗത്തിലാകണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് അങ്ങനെ കോപിക്കാനും ഇഷ്ടപ്പെടാനും സംസാരിക്കാനും ഇടപഴകാനും സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു ഈമാൻ ഖൽബിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉബൂദിയ്യത്ത് സ്ഥിരപ്പെടും. ആ ഉബൂദിയ്യത്ത് സ്ഥിരപ്പെട്ടാൽ ജീവിതത്തിൽ നമ്മുടെ അസ്വസ്ഥതകളോ മനപ്രയാസങ്ങളോ നമ്മളെ ബാധിക്കില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. മനസ്സിന് ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ഹമ്മുകൾ വരുമ്പോൾ ഈ ആയത്ത് നിരവധി തവണ പാരായണം ചെയ്ത് മനസ്സാന്നിധ്യത്തോടു കൂടി പാരായണം ചെയ്താൽ മനസ്സിന്റെ മനോവ്യതകൾ നീങ്ങിപ്പോകുമെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോവ്യതകൾ നീങ്ങിപ്പോകലല്ല അവിടെ നടക്കുന്നത്. എൻ്റെ മനസ്സ് കൂടുതൽ അള്ളാഹുവിലേക്ക് അടിമപ്പെടുകയാണ്. വ്യതകൾ നീങ്ങിപ്പോവുക എന്ന് നമുക്കുണ്ടാവില്ല. നമ്മുടെ വ്യതകളെ മാറ്റിവെച്ച് അള്ളാഹു നമ്മുടെ ഹമ്മായി മാറണം. അള്ളാഹുവും അവന്റെ ദീനും ഈമാനും സ്വർഗവും ഒക്കെ നമ്മുടെ ഹമ്മായി മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും പതറാത്ത ഈമാൻ ജീവിതത്തിന്റെ കൈമുതലാക്കി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബിന് ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു പഠന ക്ലാസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ പങ്കെടുത്തു. അള്ളാഹു അതിൻ്റെ അണിയറ ശില്പികൾക്ക് തൗഫീഖ്, എല്ലാ അർത്ഥത്തിലുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ.